നമസ്കാരം. മരുമോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ലൈക്ക്, അമ്മായിയമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഒലക്കെടുക്കുന്ന രീതി. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില ആൾക്കാരെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ സ്പീച്ച് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ വീഡിയോസ് കാണുന്ന വ്യക്തികൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടമുള്ള കാര്യം ഒരുപക്ഷെ ഞാൻ പറയുന്നതുകൊണ്ടായിരിക്കാം. ഞാനെന്നല്ല, ഏതൊരു വ്യക്തി. കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു കഥ പറഞ്ഞു, ഒരു സംഭവം പറഞ്ഞു, ഒരു വീട്ടിലൊരു മരുമകൾ അനുഭവിച്ച ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തൊരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഒരു ലേഡിയാണ് വോയിസ് മെസ്സേജ് അയച്ചു. ഇതെൻ്റെ ജീവിതമാണ് സാർ പറഞ്ഞതെന്ന്. ഭയങ്കരമായിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ പറയുകയും, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെയാണ്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരെന്നോട് ഒത്തിരി മെസ്സേജ് എനിക്ക് അയച്ചു. സന്തോഷം. അവരെന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും അവർ ലൈക്ക് ചെയ്യുകയും എനിക്കൊന്ന് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഏതാണ്ടൊരു 2-3 മാസം കഴിഞ്ഞപ്പം ഞാനൊരു വീട്ടിൽ നടന്ന ഒരു സംഭവം, അവിടെ അമ്മായിയമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ പറ്റി ആണ് ആ വീഡിയോയ്ക്ക് അത് പറഞ്ഞത്. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നു, നിങ്ങളെന്തോ അതുവരെ എന്നോട് സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, അതായത് എന്നെ സാറെന്ന് വിളിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങ് റെസ്പെക്റ്റ് തരണമെന്നൊന്നും അല്ല, ഞാൻ ആളുകളുടെ സ്വഭാവത്തിൽ വന്ന് മാറ്റത്തെയാണ് പറയുന്നത്. അതുവരെ സാറേ വിളിച്ചുകൊണ്ടിരുന്ന സ്ത്രീ ഇവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തോ വീഡിയോ ചെയ്ത് വെച്ചേക്കുന്നത്, അമ്മായിയമ്മ, ലോകത്ത് ഏത് അമ്മായിയമ്മയാണ് നല്ലത്, അങ്ങനെ ഭയങ്കര ബഹളം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രമാത്രം ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ അനുഭവം വന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷമാണ്. ഇത് വേറെ ആളുടെ അനുഭവമാണ്. എത്രയോ നല്ല അമ്മായിയന്മാരുണ്ട്, നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മായിയന്മാരുണ്ട്. ഇനി ഭാവി നിങ്ങളും ഒരു അമ്മായിയമ്മയായി പോകത്തില്ലേ? നിങ്ങൾക്ക് 2 ആൺകുട്ടികളാണുള്ളത്. അവർ വളർന്നു വരുമ്പം കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളും അമ്മായിയമ്മേ, ഞാനങ്ങനൊന്നും ആവത്തില്ല, ഞാൻ നല്ല സ്ത്രീ. ഞാൻ നിങ്ങൾ മാത്രമല്ല നല്ല സ്ത്രീ, എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണ്. പിന്നെ സാഹചര്യവും പല പ്രശ്നങ്ങളുമായിരിക്കും ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞാൽ നമുക്കിഷ്ടമാണ്. ഒരു ഒരു മനുഷ്യൻ പറയുകയാണ്, MDMA കഴിക്കുന്ന അഴുക്കാണ്, അയാളെല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഒരുപാട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും, കാരണം ആർക്കും അതിന് താല്പര്യമില്ല. പക്ഷേ ഇതേ വ്യക്തി പറയുകയാണ്, നിങ്ങൾ മദ്യപിക്കുന്ന അഴുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശം, അത് നിങ്ങൾക്ക് വിവരമില്ലടോ എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ മദ്യപിക്കുന്ന വ്യക്തി ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന വ്യക്തികളെല്ലാം സൂപ്പറാണെന്നും, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുന്ന ആൾക്കാർ മോശമാണെന്നും കരുതുന്ന ആ ചിന്താഗതി മാറ്റണം. താങ്ക് യു.